ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ആണ്. കണ്ടോ, പെട്രോളും പച്ചവെള്ളവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. കണ്ടോ, പച്ചവെള്ളവും പെട്രോളും മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1/2 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ 2 എണ്ണം, വാട്ടർ ലെവലിന് ഉപയോഗിക്കുന്ന ഹോസ് 1 മീറ്റർ, ഗ്ലൂക്കോസിൽ ഉപയോഗിക്കുന്ന ഹോസ് അത് 1 എണ്ണം. ആദ്യം നമുക്ക് ഈ വാട്ടർ ബോട്ടിലിന്റെ ക്യാപ്പ് ഊരി മാറ്റാം. അതിനുശേഷം ഓരോ ക്യാപ്പിലും ഈ 2 ഹോൾ വീതം നമുക്ക് ഇട്ട് കൊടുക്കണം. ഹോള് ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. വാട്ടർ ലെവലിന് ഉപയോഗിക്കുന്ന ഹോസ് കൊള്ളാൻ പാകത്തിന് ഉള്ളത് ഒരു ബോട്ടിലും, മറ്റേ ബോട്ടിലിന്റെ ക്യാപ്പിൽ നമ്മൾ ഹോൾ ഇടേണ്ടത് ഒരു ഹോള് വാട്ടർ ലെവലിന്റെ ഹോസ് കൊള്ളാനുള്ള പാകത്തിലും മറ്റേ ഹോള് ഗ്ലൂക്കോസിന്റെ ഹോസ് കൊള്ളാനുള്ള പാകത്തിലുമാണ് ഹോൾ ഇടേണ്ടത്. ഹോൾ ഇടുന്നതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീനാണ്. ആരെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ തന്നെ വേണമെന്നില്ല. ഒരു കൂർത്ത കമ്പി ചൂടാക്കിയതിനു ശേഷം ഇതേപോലെ ഹോൾ ഇടാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു കത്രികയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോൾ ഇടാവുന്നതാണ്. ഇങ്ങനെ 2 വാട്ടർ ബോട്ടിലും നമ്മളിപ്പോൾ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഈ ഹോൾ ഇട്ട സമയത്ത് ഈ ക്യാപ്പിന്റെ മുകളിലുള്ള ആ ഫിഷറെല്ലാം ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഹോസ് കയറ്റി വെക്കാം. ആദ്യം കണക്ട് ചെയ്യുന്നത് വാട്ടർ ലെവലിന്റെ ഹോസാണ്. ഇത് നമ്മൾ ആദ്യം വെക്കാൻ ഉദ്ദേശിക്കുന്ന വാട്ടർ ബോട്ടിലിന്റെ അടിയിലേക്ക് നിൽക്കുന്ന അത്രയും പാകത്തിനായിട്ട് നിർത്തുക. അതിനുശേഷം മറ്റൊരു വാട്ടർ ലെവലിന്റെ ഹോസ് എടുക്കുക. അത് ഒരു ഇഞ്ച് മാത്രം അകത്തേക്ക് കടന്നിരിക്കാൻ പാകത്തിനും കയറ്റി വെക്കുക. ശേഷം ഇത് ഒരു 1/2 അടി നീളത്തിലുള്ള കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്തതിന്റെ മറ്റേ അറ്റം നമ്മൾ മറ്റേ വാട്ടർ ബോട്ടിലിന്റെ ക്യാപ്പിലേക്ക് കൂടി കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്ത ഈ ഒരു ഹോസും ഇതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്ന വാട്ടർ ബോട്ടിലിന്റെ അടിയിലായിട്ട് എത്തി നിൽക്കുന്ന പാകത്തിനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതേ ക്യാപ്പിന്റെ മറ്റേ ഹോളിലൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോസിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഹോസാണ്. ഗ്ലൂക്കോസിന്റെ എൻഡിലുള്ള ആ ഒരു നോബ് ഈ ക്യാപ്പിന്റെ മുകളിൽ നിന്നും താഴേക്ക് കുത്തിയിറക്കുക. കണ്ടോ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം ഗമ്മിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ MCൽ എറാൾഡൈറ്റ് അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ എറാൾഡൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഏത് ഗം ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ആ ക്യാപ്പിന്റെ ഭാഗങ്ങളിലൂടെയൊന്നും നമുക്ക് ഒട്ടും ലീക്ക് വരാത്ത രീതിയിൽ വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇത് ഒട്ടാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഗ്യാപ്പ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് 2 വാട്ടർ ബോട്ടിലും നേരത്തെ എടുത്ത് വെച്ച 2 വാട്ടർ ബോട്ടിലും ഒന്നിൽ പെട്രോളും ഒന്നിൽ പച്ചവെള്ളവും നിറക്കാം. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്ത ആ ക്യാപ്പുകളെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. ക്യാപ്പ് ഇതേപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിന്റെ ബോട്ടിലാണ് കറക്കേണ്ടത്. ക്യാപ്പ് കറക്കി കഴിഞ്ഞാൽ അതിന്റെ പൈപ്പെല്ലാം ആകെ ചുറ്റിപ്പണയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ബോട്ടിലും ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ ആദ്യം പെട്രോളിൽ നിന്ന് കണക്ട് ചെയ്ത ആ പൈപ്പിന്റെ മറ്റേ തലയിലൂടെ നമുക്കൊരു അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന ആ എയർ ഫ്രഷ് ചെയ്യുന്നതിനുള്ള ആ ഒരു മോട്ടോറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള വിധം എങ്ങനെയാണ് എന്നൊന്നുകൂടി പറയാം. എയർ പമ്പിൽ നിന്നും ഒരു പൈപ്പ് എടുത്ത് പെട്രോൾ നിറച്ചിട്ടുള്ള ബോട്ടിലിന്റെ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുപോയി വെച്ചു. ഇതേ ബോട്ടിലിന്റെ മുകളിൽ നിന്നും മറ്റൊരു പൈപ്പ് എടുത്ത് ആ പൈപ്പിനെ വെള്ളം നിറച്ച ബോട്ടിലിന്റെ ഏറ്റവും അടിയിലായിട്ട് കൊണ്ടുപോയി നിർത്തി. ഈ വെള്ളം നിറച്ച ബോട്ടിലിന്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഗ്ലൂക്കോസിന്റെ പൈപ്പും കണക്ട് ചെയ്തു.
ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലൂടെയും അപ്ലോഡ് ചെയ്യാനുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.